സ്പീക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഇന്നത്തെ ക്ലാസ്സിൽ കോശത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ജീവന്റെ അടിസ്ഥാന ഘടകമായ കോശത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കോശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബയോളജിയിലെ അഥവാ ജീവശാസ്ത്രത്തിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ആരാണ്? ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ഇനി ജീവശാസ്ത്രം എന്ന പേര് നിർദ്ദേശിച്ചത് അഥവാ ബയോളജി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ലാമാർക്ക്. പേര് നിർദ്ദേശിച്ചത് അഥവാ ജീവശാസ്ത്രം എന്ന നാമം, ജീവശാസ്ത്രം എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. നമുക്കറിയാം ജീവശാസ്ത്രത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തെല്ലാമാണ്? ജന്തുശാസ്ത്രം എന്നും സസ്യശാസ്ത്രം എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് സുവോളജി എന്നും ബോട്ടണി എന്നും നമുക്ക് രണ്ടായിട്ട് ജീവശാസ്ത്രത്തെ തരംതിരിക്കാം. ഇതില് ജന്തുശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? അരിസ്റ്റോട്ടിൽ. അപ്പോ ജീവശാസ്ത്രത്തിന്റെ പിതാവും ജന്തുശാസ്ത്രത്തിന്റെ പിതാവും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരും ചോദിച്ചാലും, ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അഥവാ സുവോളജിയുടെ പിതാവ് ആരും ചോദിച്ചാലും ഉത്തരം അരിസ്റ്റോട്ടിൽ. ഇനി സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് തിയോഫ്രാസ്റ്റസ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് തന്നെയാണ് സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ വേർതിരിച്ചത്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ വേർതിരിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ്. എന്ന് വെച്ചാൽ ഒരു വർഷം ജീവിക്കുന്നവ, 2 വർഷം ജീവിക്കുന്നവ, 2ൽ കൂടുതൽ വർഷം ജീവിക്കുന്നവ എന്ന് തരംതിരിച്ചത് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പോ എന്തെല്ലാം പറഞ്ഞു? ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രം അഥവാ ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ്. ജീവശാസ്ത്രത്തെ രണ്ടായിട്ട് തിരിക്കാം, സുവോളജി എന്നും ബോട്ടണി എന്നും. ഇതില് സുവോളജിയുടെ പിതാവ് ആണ് അഥവാ ജന്തുശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. അടുത്തത് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് അഥവാ ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. അദ്ദേഹം തന്നെയാണ് സസ്യങ്ങളെ ഏകവർഷികൾ, ബഹുവർഷികൾ, ദ്വിവർഷികൾ എന്നിങ്ങനെ വേർതിരിച്ചത്. ഇനി അടുത്തത് ജീവികളെയും സസ്യങ്ങളെയും അതായത് ജന്തുക്കളെയും സസ്യങ്ങളെയും ശാസ്ത്രീയമായി വേർതിരിച്ച് അവയ്ക്ക് ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഒരു നാമം നൽകുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് ടാക്സോണമി. എന്താണ്? ടാക്സോണമി എന്ന് പറയുന്നത് സസ്യങ്ങളെയും ജന്തുക്കളെയും വേർതിരിക്കണം, ശാസ്ത്രീയമായി വേർതിരിച്ച് അവയ്ക്ക് ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഒരു പേര് നൽകുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ശാസ്ത്രനാമം എന്ന് കേട്ടിട്ടില്ലേ? സസ്യങ്ങളുടെ ജന്തുക്കളുടെ ശാസ്ത്രനാമം, അതിനെയാണ് ടാക്സോണമി എന്ന പേര് എന്ന് പറയുന്നത്. ടാക്സോണമിയുടെ പിതാവ് ആണ് കാൾ ലിനേയസ്. ആരാണ്? കാൾ ലിനേയസ് ആണ് ടാക്സോണമിയുടെ പിതാവ്. അപ്പൊ നമ്മൾ 3 പിതാക്കന്മാരെ പഠിച്ചു. ആരൊക്കെയാണ്? ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, 4 പഠിച്ചു. ജന്തുശാസ്ത്രത്തിൻ്റെത് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിന്റെ തിയോഫ്രാസ്റ്റസ്, ടാക്സോണമിയുടേത് കാൾ ലിനേയസ്. ഇനി ഈ ജന്തുക്കളെയും സസ്യങ്ങളെയും ഒക്കെ ശാസ്ത്രീയമായി വേർതിരിച്ചിട്ട് അവയ്ക്ക് ശാസ്ത്രീയ നാമം നൽകുമല്ലോ. അത് ഏത് ഭാഷയിലാണ് ശാസ്ത്രീയ നാമം നൽകുന്നത്? ലാറ്റിൻ ഭാഷയിലാണ് ശാസ്ത്രീയ നാമം നൽകുന്നത്. ഏത് ഭാഷയിൽ? ലാറ്റിൻ ഭാഷയിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് കോശത്തിലേക്ക് പോകാം. ഇവിടെ ഈ വരച്ചിരിക്കുന്നത് ഇത് സസ്യകോശവും ഇത് ജന്തുകോശവുമാണ്. സസ്യകോശവും ജന്തുകോശവുമാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോ ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? കോശങ്ങളാണ്. ജീവന്റെ അടിസ്ഥാന ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം.
കോശം സിദ്ധാന്തവും ഇത് തന്നെയാണ് പറയുന്നത്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജന്തുക്കളുടെയും സസ്യങ്ങളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശങ്ങളാണ്. അതുപോലെ തന്നെ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ജീവധർമ്മപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. ഈ രണ്ട് ആശയങ്ങളാണ് പ്രധാനമായും കോശം സിദ്ധാന്തത്തിൽ പറയുന്നത്. കോശം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? MJ സ്ലീഡനും തിയോഡർ ഷ്വാൻജറുമാണ്. അത് നമുക്ക് പറഞ്ഞു വരാം. അതിനു മുമ്പേ കോശം എന്ന് പറഞ്ഞാൽ ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശം. ഈ കോശം കണ്ടുപിടിച്ചത് അഥവാ ആദ്യമായി കോശത്തെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി കോശത്തെ നിരീക്ഷിച്ചത്. കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇനി സെൽ അഥവാ കോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി. കോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ്. കോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? സൈറ്റോളജിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ഹുക്ക്. അപ്പോ കോശം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാലും സൈറ്റോളജിയുടെ പിതാവ്, അതായത് കോശത്തെ കുറിച്ചുള്ള പഠനമായ സൈറ്റോളജിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാലും ഉത്തരം റോബർട്ട് ഹുക്ക്. ഇനി അടുത്തത്, കോശം അഥവാ സെൽ എന്ന വാക്കിന്റെ അർത്ഥമാണ് ചെറിയ മുറി. എന്താണ്? ചെറിയ മുറി. കോശം അഥവാ സെൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി. സെൽ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ മുറി. കോശത്തിന്റെ ഇംഗ്ലീഷ് വാക്കാണ് സെല്ല്. സെൽ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. ചെറിയ മുറി എന്ന അർത്ഥമുള്ള സെൽ എന്നിടാൻ കാരണം എന്താണ്? റോബർട്ട് ഹുക്ക് മൈക്രോസ്കോപ്പിലൂടെ സെല്ലിനെ നിരീക്ഷിച്ചപ്പോൾ, ഒരു കോശത്തെ നിരീക്ഷിച്ചപ്പോൾ ചെറിയ അറകൾ പോലെയാണ് ആ സെല്ല് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് സെൽ എന്ന പേര് നൽകിയത്. അപ്പോൾ സെൽ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ മുറി. റോബർട്ട് ഹുക്കാണ് കോശത്തെ കണ്ടെത്തിയത്. സൈറ്റോളജിയുടെ പിതാവാണ് റോബർട്ട് ഹുക്ക്. ഇനി ഈ ഒരേ ധർമ്മമുള്ള ഒരേ ധർമ്മമുള്ള സെല്ലിന്റെ കോശത്തിന്റെ ഒരു കൂട്ടം അറിയപ്പെടുന്നതാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. കോശത്തിന്റെ ഒരു കൂട്ടം അറിയപ്പെടുന്നതാണ് ടിഷ്യൂസ് അഥവാ കലകൾ എന്നറിയപ്പെടുന്നത്. ടിഷ്യൂസ് അഥവാ കലകൾ എന്നറിയപ്പെടുന്നത് കോശത്തിന്റെ കൂട്ടമാണ് ടിഷ്യൂസ് എന്നറിയപ്പെടുന്നത്. ഈ ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനം അഥവാ കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. എന്താണ്? ഹിസ്റ്റോളജി. കോശത്തിന്റെ കൂട്ടമായ ടിഷ്യൂസിനെ അഥവാ കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി എന്ന് അറിയപ്പെടുന്നത്. സെല്ലിനെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത് കോശത്തിന്റെ കണ്ടെത്തലുമായിട്ടുള്ള ഒരു നാഴികക്കല്ലിലേക്ക് പോകുമ്പോൾ 1831 റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസിനെ കണ്ടെത്തിയ. കോശത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. മർമ്മത്തിനെയാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. എന്താണ്? ന്യൂക്ലിയസ് അഥവാ മർമ്മം. കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം കണ്ടെത്തിയത് ആരാണ്? മർമ്മം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ഇവിടെ നേരത്തെ ഒരു റോബർട്ട് പറഞ്ഞു, റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. മർമ്മം കണ്ടെത്തിയത് അഥവാ കോശത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് 1831. ഇനി 1838 തിയോഡർ MJ സ്ലീഡൻ 1838 MJ സ്ലീഡൻ കണ്ടെത്തിയതാണ് സസ്യങ്ങൾ എന്ന് പറയുന്നത് കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത്. കോശ നിർമ്മിതം എന്ന് കണ്ടെത്തിയത്
സസ്യങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണ്. 1839 തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. എന്താണ്? ജന്തു ശരീരം കോശ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1831 റോബർട്ട് ബ്രൗൺ കോശത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? മർമ്മം അഥവാ ന്യൂക്ലിയസ് ആണെന്ന് കണ്ടെത്തി. 1838 MJ സ്ലീഡൻ കണ്ടെത്തിയത് എന്താണ്? സസ്യങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് കണ്ടെത്തി. 1839 തിയോഡർ ഷ്വാൻ ജന്തു ശരീരം കോശ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇനി ഈ MJ സ്ലീഡനും തിയോഡർ ഷ്വാനും കൂടെ ചേർന്നിട്ടാണ് കോശം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്താണ്? കോശ സിദ്ധാന്തം. നേരത്തെ പറഞ്ഞു കോശ സിദ്ധാന്തം എന്താണ്? ജീവികളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. അതുപോലെ തന്നെ ജീവികൾ എന്ന് പറയുന്നത് ജന്തുക്കളും സസ്യങ്ങളും വരും. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ എന്നതാണ് പ്രധാന കോശ സിദ്ധാന്തത്തിലെ പ്രധാനമായ 2 ആശയങ്ങൾ. ഇനി ഈ കോശം സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം. ബാധകമല്ലാത്തത് വൈറസുകളാണ്. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം ഏതാണ്? വൈറസുകൾ. കോശം സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗമാണ് വൈറസുകൾ. ഇനി അടുത്തത് 1858 റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മുൻപ് നിലനിൽക്കുന്ന ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയൊരു കോശം രൂപം കൊള്ളൂ എന്നുള്ള നിഗമനത്തിലെത്തിയത് റുഡോൾഫ് വിർഷോ ആണ്. എന്താണ്? പഴയ കോശത്തിൽ നിന്ന് മാത്രമേ പുതിയൊരു കോശം ഉണ്ടാവൂ, പുതിയൊരു കോശം രൂപം കൊള്ളൂ. ഒരു നിലവിലുള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ രൂപം കൊള്ളൂ എന്ന നിഗമനത്തിലെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷോ. 1858. ഈ വർഷങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ കണ്ടെത്തിയ ആൾക്കാരുടെ കാര്യം കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഇത് ഇത്ര കൂടെ പറയാം. 1831 റോബർട്ട് ബ്രൗൺ മർമ്മം കണ്ടെത്തി. മർമ്മം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തി. 1838 MJ സ്ലീഡൻ സസ്യങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1839 തിയോഡർ ഷ്വാൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1858 റുഡോൾഫ് വിർഷോ കണ്ടെത്തിയ എന്താണ്? നിലവിലുള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ രൂപം കൊള്ളൂ എന്നത് കണ്ടെത്തി. ഈ കോശം സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ സ്ലീഡനും തിയോഡർ ഷ്വാനും കൂടെ ചേർന്നിട്ടാണ്. കോശം സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗമാണ് വൈറസുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് കോശത്തിലെ വർക്ക് ഫോഴ്സ് അഥവാ കോശത്തിലെ പണിയെടുക്കുന്ന പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിനെയാണ് കോശത്തിനുള്ളിലെ വർക്ക് ഫോഴ്സ് അഥവാ കോശത്തിനുള്ളിലെ പ്രവൃത്തി ചെയ്യുന്ന കുതിരകളെന്ന് അറിയപ്പെടുന്നത്. എന്താണ്? കോശത്തിലെ വർക്ക് ഫോഴ്സ്, കോശത്തിലെ പ്രവൃത്തി ചെയ്യുന്ന കുതിരകൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന എന്താണ്? പ്രോട്ടീൻസ്. പ്രോട്ടീൻസിനാണ് കോശത്തിനുള്ളിലെ വർക്ക് ഫോഴ്സ് അഥവാ കോശത്തിലെ പ്രവൃത്തി ചെയ്യുന്ന കുതിരകളെന്ന്. കോശത്തിലെ വർക്ക് ഫോഴ്സും കോശത്തിലെ പ്രവൃത്തി ചെയ്യുന്ന കുതിരകളും ഏതാണ്? പ്രോട്ടീൻസ്. ഇനി അടുത്തത് കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ.
എന്താണ്? മൈക്രോഗ്രാഫിയ. അപ്പോ കോശത്തിന്റെ ചിത്രം ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. മൈക്രോഗ്രാഫിയിലാണ് ആദ്യമായിട്ട് കോശത്തിന്റെ ഘടന ചിത്രീകരിച്ചത്. ഇനി അടുത്തത് ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ പറയുന്ന പേരാണ് ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് അമീബ, യുഗ്ലീന. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബയും യുഗ്ലീനയും. ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ്. ഏറ്റവും വലിയ ഏകകോശ ജീവി ഏതാണ്? അസറ്റോബുലേറിയ. അസറ്റോബുലേറിയ ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ് അസറ്റോബുലേറിയ. അപ്പൊ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അമീബയും യുഗ്ലീനയുമാണ്. ഏറ്റവും വലിയ ഏകകോശ ജീവി അതെന്ന് ചോദിച്ചാൽ അസറ്റോബുലേറിയ. ഇനി നമുക്ക് ഓരോ കോശാംഗത്തെ ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് കോശത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസ് അഥവാ മർമ്മത്തെ കുറിച്ച് നോക്കാം. എന്താണ്? കോശത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് അഥവാ മർമ്മം. കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശത്തിന്റെ കേന്ദ്രം. കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നതും ന്യൂക്ലിയസ് അഥവാ മർമ്മമാണ്. എന്താണ്? കോശ മസ്തിഷ്കം. കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് അഥവാ എന്താണ്? മർമ്മം ആണ്. ഇനി അടുത്തത് കോശത്തിന്റെ മർമ്മം കണ്ടുപിടിച്ചത് ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ആണ് മർമ്മം കണ്ടുപിടിച്ചത്. റോബർട്ട് ബ്രൗൺ ആണ് കണ്ടുപിടിച്ചത്. ഇനി ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ പറയുന്ന പേരാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. ന്യൂക്ലിയസ് കാണാത്തത്, മർമ്മം കാണാത്ത കോശങ്ങളെ പറയുന്നതാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. എന്താണ്? പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്നാണ് മർമ്മം ഇല്ലാത്ത കോശങ്ങളെ പറയുന്നത്. ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഉദാഹരണങ്ങളാണ് ബാക്ടീരിയയും മൈക്കോപ്ലാസ്മയും. ബാക്ടീരിയയും മൈക്കോപ്ലാസ്മയും പ്രോകാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമാണ്. മൈക്കോപ്ലാസ്മ അറിയപ്പെടുന്നത് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. എന്താണ്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ അറിയപ്പെടുന്നതാണ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഏറ്റവും ചെറിയ കോശം ഉള്ളത് മൈക്കോപ്ലാസ്മയാണ്. ഏറ്റവും ചെറിയ കോശം, ഏറ്റവും ചെറിയ കോശമാണ് മൈക്കോപ്ലാസ്മ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്നു. പ്രൊകാരിയോട്ടിക് കോശമാണ് മൈക്കോപ്ലാസ്മ. പ്രൊകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്തത്. ഇനി ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെ എന്താണ് പറയുന്നത്? യൂകാരിയോട്ടിക്. യൂകാരിയോട്ടിക് കോശങ്ങൾ എന്നാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെ പറയുന്നത്. യൂകാരിയോട്ടിക്കിന് ഉദാഹരണങ്ങളാണ് ജന്തുക്കളും സസ്യങ്ങളും. ജന്തുക്കളും സസ്യങ്ങളും യൂകാരിയോട്ടിക് കോശത്തിന് ഉദാഹരണമാണ്. ഇനി ഇപ്പൊ ഏറ്റവും ചെറിയ കോശം എന്ന് പറഞ്ഞത് മൈക്കോപ്ലാസ്മയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം. ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് ഏതാണ്? ഒട്ടക പക്ഷിയുടെ മുട്ട. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് അണ്ഡം.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് ബീജകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശമാണ്. ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് അണ്ഡകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? നാഡീകോശം. നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. ഏറ്റവും വലുത് അണ്ഡകോശം, അണ്ഡം. ഏറ്റവും ചെറുത് ബീജകോശം. ഏറ്റവും നീളം കൂടിയത് ഏതാണ്? നാഡീകോശം. ഇനി ഏറ്റവും കൂടുതലുള്ളത് അരുണ രക്താണുക്കൾ അഥവാ റെഡ് ബ്ലഡ് സെൽസ്. ഏറ്റവും കൂടുതലുള്ള മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കോശമാണ് റെഡ് ബ്ലഡ് സെൽസ് അഥവാ അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശങ്ങൾ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ഏതെന്ന് ചോദിച്ചാലും അരുണ രക്താണുക്കളാണ്. 120 ദിവസം. 120 ദിവസമാണ് അരുണ രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇത്രയും ഒരിക്കൽ കൂടെ പറയാം. നമ്മളിപ്പോ മർമ്മത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴേ മർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ ഒരു കോശത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? മർമ്മമാണ്. കോശത്തിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത്, കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് മർമ്മമാണ്. അതുപോലെ തന്നെ റോബർട്ട് ബ്രൗൺ ആണ് ഈ മർമ്മം കണ്ടെത്തിയത് 1831. ഇനി ഈ മർമ്മം ഇല്ലാത്ത കോശങ്ങളെ പ്രോകാരിയോട്ടിക് കോശങ്ങളെന്നും മർമ്മം ഉള്ള കോശങ്ങളെ യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നു. പ്രോകാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ. മൈക്കോപ്ലാസ്മ എന്നത് ഏറ്റവും ചെറിയ കോശമാണ്. മൈക്കോപ്ലാസ്മ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവിയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. യൂകാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണം ജന്തുക്കളും സസ്യങ്ങളുമാണ്. ഇനി ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും വലിയ മനുഷ്യ ശരീരത്തിലെ കോശം എന്ന് പറയുന്നത് അണ്ഡമാണ്. ഏറ്റവും ചെറുത് ബീജകോശം. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം എന്ന് പറയുന്നത് നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കോശം അരുണ രക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ അരുണ രക്താണുക്കളാണ്. 120 ദിവസമാണ് ഇതിന്റെ ആയുസ്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവാം. രണ്ടാമത്തേത് കോശഭിത്തി. കോശഭിത്തി എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്നതാണ് കോശഭിത്തി. സസ്യകോശങ്ങളിലാണുള്ളത്. ജന്തുകോശങ്ങളിൽ കോശഭിത്തി ഇല്ല. ഏതാണ്? സസ്യകോശങ്ങളിലാണ് കോശഭിത്തി കാണുന്നത്. ജന്തുകോശത്തിൽ കോശഭിത്തി ഇല്ല. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ്? സെല്ലുലോസ് കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. കോശഭിത്തിയിലെ ലോഹങ്ങളാണ് കാൽസ്യവും മഗ്നീഷ്യവും. എന്താണ്? കാൽസ്യം, മഗ്നീഷ്യം എന്നിവ കോശഭിത്തിയിലെ ലോഹങ്ങളാണ്. കാൽസ്യവും മഗ്നീഷ്യവും. അപ്പോൾ സസ്യകോശത്തിലാണ് കോശഭിത്തി കാണപ്പെടുന്നത്. സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാൽസ്യവും മഗ്നീഷ്യവും കോശഭിത്തിയിൽ കാണുന്ന ലോഹങ്ങളാണ്. അടുത്തത് കോശസ്തരം. കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ടാണ്. എന്താണ്? ലിപ്പിഡും പ്രോട്ടീൻസും കൊണ്ടാണ് കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത്. കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇനി അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അടുത്തത്. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. പദാർത്ഥങ്ങൾ കോശത്തിനുള്ളിൽ സഞ്ചരിക്കുന്നത്
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയാണ്. കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എന്താണ്? കോശാസ്ഥികൂടം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇനി അടുത്തത് ഗോൾഗി ബോഡികൾ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതാണ് ഈ കാണുന്നത്. അടുത്തത് ഗോൾഗി ബോഡികൾ. ഗോൾഗി കോംപ്ലക്സ് എന്നും അറിയപ്പെടുന്നു. ഗോൾഗി ബോഡികൾ എന്ന് പറയുന്നത് കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നു. എന്താണ്? കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ്. കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി ബോഡികളാണ്. ഇനി അടുത്തത് റൈബോസോം. റൈബോസോം എന്ന് പറയുന്നത് കോശത്തിലെ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം. കോശത്തിലെ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം കണ്ടെത്തിയത് ജോർജ് എമിൽ പലേഡ്. ആരാണ്? ജോർജ് എമിൽ പലേഡ്. ജോർജ് എമിൽ പലേഡ് ആണ് റൈബോസോമിനെ കണ്ടെത്തിയത്. ഇനി അടുത്തുള്ളത് ഏതാണ്? ലൈസോസോം. ലൈസോസോം നമ്മൾ മുൻപ് കണ്ണിനെ കുറിച്ച് പഠിച്ചിരുന്നപ്പോ ഒന്ന് പഠിച്ചു. കണ്ണുനീരിലുള്ള രാസാഗ്നിയാണ് ലൈസോസൈം എന്ന്. ഇത് ലൈസോസോം ആണ്. മറ്റത് കണ്ണുനീരിലെ രാസാഗ്നി ഏതാണ്? ലൈസോസൈം ആണ്. ഇത് ലൈസോസോം. ഇതെന്താണ്? ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നു. ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം എന്ന് പറയുന്നത്. ആത്മഹത്യാ സഞ്ചികൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? കോശാംഗങ്ങളെ, മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശാംഗമാണ് ഏതാണ്? ലൈസോസോം എന്ന് പറയുന്നത്. മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ ഏതിന് കഴിവുണ്ട്? ലൈസോസോമിന് കഴിവുണ്ട്. ഈ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള ആ പ്രവൃത്തിയെ പറയുന്ന പേരാണ് ഓട്ടോഫാഗി. ഓട്ടോഫാഗി എന്ന് പറയുന്നത് മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കാനുള്ള ലൈസോസോമിന്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഓട്ടോഫാഗി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ലൈസോസോം. ഇനി അടുത്തത് മൈറ്റോകോൺട്രിയ. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളെ ഈ സെല്ലിന്റെ സ്ട്രക്ചറിൽ ഒന്ന് നോക്കണേ. മൈറ്റോകോൺട്രിയ ഏതാണ്? ഈ കാണുന്നതാണ് മൈറ്റോകോൺട്രിയ. നമുക്കിത് നോക്കാം. ഈ പിക്ചർ നോക്കി പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് കോശത്തിലെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നു. മറ്റൊന്ന് പവർ ഹൗസ് ഓഫ് ദ സെൽ. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നതും കോശത്തിലെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയ. എന്തൊക്കെ? കോശത്തിലെ കെമിക്കൽ ഫാക്ടറിയും കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയ. ഇനി കോശത്തിനുള്ളില് വെച്ച് എന്തോന്നാ പോഷക ഘടകങ്ങളെയും അതേപോലെ ഓക്സിജനെയും ഊർജമാക്കി മാറ്റുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ഓക്സിജനും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്നത്. എങ്ങനെയാണ് ഊർജമാക്കി മാറ്റുന്നത്? ATP തന്മാത്രകളായിട്ടാണ് ഊർജമാക്കി സംഭരിക്കുന്നത്. ഈ പോഷക ഘടകങ്ങളെയും ഓക്സിജനെയും ഊർജമാക്കി സംഭരിക്കുന്നത് ATP തന്മാത്രകളായിട്ടാണ്. ATPയുടെ ഫുൾ ഫോം ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATPയുടെ ഫുൾ ഫോം. അപ്പോൾ പോഷക ഘടകങ്ങളെയും ഓക്സിജനെയും ഊർജമാക്കി മൈറ്റോകോൺട്രിയ സംഭരിക്കുന്നത് എങ്ങനെയാണ്? ATP തന്മാത്രകളായാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് മൈറ്റോകോൺട്രിയയിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നോക്കാം. അപ്പോൾ കോശഭിത്തി എന്ന് പറയുന്നത് സസ്യകോശത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
കാൽസ്യം, മഗ്നീഷ്യം എന്നീ ലോഹങ്ങൾ കോശഭിത്തിയിൽ അടങ്ങിയിട്ടുണ്ട്. കോശസ്തരം ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് കോശത്തിൽ പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ്. സഞ്ചരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കൂടിയാണ്. പിന്നെ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. അടുത്തത് ഗോൾഗി ബോഡികൾ. കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി ബോഡികൾ അഥവാ ഗോൾഗി കോംപ്ലക്സ് ആണ്. അടുത്തത് റൈബോസോം. കോശത്തിനുള്ളിൽ മാംസ്യ സംശ്ലേഷണം നടത്തുന്ന റൈബോസോം ആണ്. അടുത്തത് ജോർജ് എമിൽ പലേഡ് എന്ന ശാസ്ത്രജ്ഞനാണ് റൈബോസോമിനെ കണ്ടെത്തിയത്. ഇനി അടുത്തത് ലൈസോസോം. ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നു. ആത്മഹത്യാ സഞ്ചികൾ എന്ന് പറയാൻ കാരണം കോശത്തിലുള്ള മറ്റ് അംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള ഘടകമാണ്, കോശത്തിലെ ഘടകമാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഈ പ്രവൃത്തിയെ ഓട്ടോഫാഗി എന്നറിയപ്പെടുന്നു. ഇനി അടുത്ത് മൈറ്റോകോൺട്രിയയിലെ ബാക്കി കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് ഇത് വിശദീകരിക്കാം. ഇതൊരിക്കൽ കൂടെ വായിക്കാം. മൈറ്റോകോൺട്രിയ എന്തെന്നൊക്കെ പറഞ്ഞു? കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നു. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നു. ഊർജം സംഭരിക്കുന്നത് ATP തന്മാത്രകളായാണ്. അതുപോലെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATPയുടെ ഫുൾ ഫോം. ഇനി അടുത്തത് കോശ ശ്വസനം, ATP സംശ്ലേഷണം എന്നിവ നടക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയ. എന്തൊക്കെ? കോശ ശ്വസനം, ATP സംശ്ലേഷണം എന്നിവ നടക്കുന്ന കോശത്തിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ, കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയ. ഇനി കോശ ശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം. ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത് കോശ ശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടമാണ്. ഇനി അടുത്തത് ക്രബ്സ് പ്രവൃത്തി. ക്രബ്സ് പ്രവൃത്തി നടക്കുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയ. ഇനി അടുത്തത് വരുന്നത് ATP പറയുന്നത് എന്താണ്? കോശത്തിലെ എനർജി ഏജൻസിയാണ്. ATP എന്ന് പറയുന്നത് കോശത്തിലെ എനർജി ഏജൻസി. മൈറ്റോകോൺട്രിയ അല്ല, ATP ആണ് കോശത്തിലെ എനർജി ഏജൻസി. മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത് പവർ ഹൗസ് എന്നാണ്. കോശത്തിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ആണ്. കോശത്തിലെ എനർജി ഏജൻസി എന്ന് പറയുന്നത് ATP തന്മാത്രയാണ്. ഒരു പ്രാവശ്യം കോശ ശ്വസനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം 32. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും 32 ATP തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് എത്ര? 32 ATP തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ഒരിക്കൽ കൂടെ പറയാം. കോശത്തിലെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നു, പവർ ഹൗസ് ഓഫ് ദ സെൽ. അടുത്ത ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് പോഷക ഘടകങ്ങളെയും അതേപോലെ ഓക്സിജനെയും ഊർജമാക്കി മാറ്റുന്നത് ATP തന്മാത്രകളായിട്ടാണ്. ATPയുടെ ഫുൾ ഫോം ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇനി അടുത്തത് ATP നിർമ്മിക്കാൻ ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും. എന്താണ്? ATP നിർമ്മിക്കാൻ ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും. കോശ ശ്വസനവും ATP സംശ്ലേഷണവും നടക്കുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. കോശ ശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. ക്രബ്സ് പ്രവൃത്തി നടക്കുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. അടുത്തത് കോശത്തിലെ എനർജി ഏജൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ഒരു കോശ ശ്വസനം നടക്കുമ്പോൾ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 32 ആണ്. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവ കൊണ്ടാണ് ATP
നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് കാണാം. ബൈ.